അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ആനമ്മ. അപ്പോ നമ്മുടെ പ്രഗ്നൻസി റിവീൽ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നു റിയാക്ഷൻ വീഡിയോ. യെസ്, അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നുമാണ് നമുക്ക് നല്ല ഹ്യൂജ് റിയാക്ഷൻ കിട്ടിയത്. അപ്പൊ എല്ലാ റിയാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷെ നമ്മൾ വിചാരിച്ചു ആദ്യമേ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡയറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പ്രഗ്നൻസിയുടെ കാര്യം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഫാമിലി, അതായത് നമ്മുടെ സന്തോഷേട്ടയുടെയും മനുചേച്ചിയുടെയും ഫാമിലിനെ നമ്മൾ കാണിച്ചു. അപ്പൊ ആ ഒരു അവരാണ് നമ്മൾ നേരിട്ട് പറഞ്ഞത്. ബാക്കിയെല്ലാം നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ആക്കി. എബിച്ചന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്റെ 2 ഫോണിലും ഒക്കെ പല പല ഫോണിലായിട്ടുള്ളത് ഞാൻ കളക്ട് ചെയ്തൊരു വ്ളോഗായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അനുചേച്ചിയുടെയും സന്തോഷേട്ടയുടെയും അന്നയുടെയും മനയുടെയും ഓസ്റ്റിയുടെയും റിയാക്ഷൻ ആണ്. കാരണം അവര് ബർത്ത്ഡേയുടെ അന്നായിരുന്നു, ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മള് അവരോടാണ് നമ്മൾ ഓസ്റ്റിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതെ കൊളാബറേഷൻ വീഡിയോ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഓസ്റ്റിയുടെ ഒരു ഗിഫ്റ്റ് കൊളാബ് കിട്ടിയതാണ്, അത് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരോട് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു റിയാക്ഷൻ ആയിരുന്നു. നമുക്ക് എന്താ പറയുക പാക്കേജ് ആയിട്ട് കിട്ടിയ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ആയിരുന്നു, പാക്കേജ് റിയാക്ഷൻ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് അവരുടെ റിയാക്ഷൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, നിന്നോ? ഓക്കെ ആണോ? കൊളാബിന്റെ വീഡിയോ എടുക്കണം. എന്തായാലും ഗസ് ചെയ്യാവോ? കൊളാബ് ഒരു പേജുമായിട്ട് കൊളാബറേഷൻ വളരെ യൂസ്ഫുൾ ആണ്. സൈക്കിൾ സൈക്കിൾ അല്ലല്ല കൈ കാണിച്ചു, അത് കാണിക്കില്ല. കോട്ടയാണോ? ഓക്കെ കാണിക്കട്ടെ. ഓക്കെ ഓക്കെ കാണിക്കുവാണേ. കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മൃദുല സംഗീതം ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിൻ മൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റിയാക്ഷൻ ആണ് ഗൈസ്. കാരണം എപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, നിങ്ങളിങ്ങനെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച 2 പേരുടെ റിയാക്ഷൻ, അതായത് ഒന്ന് എൻ്റെ അമ്മയുടെ എൻ്റെ അപ്പൻ്റെയും. അമ്മയുടെ റിയാക്ഷൻ ഈറിനടിയിക്കുന്ന റിയാക്ഷൻ ആയിരുന്നു, അപ്പൻ്റെ റിയാക്ഷൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള റിയാക്ഷൻ ആയിരുന്നു. അപ്പം അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് ആ കൂടെ ഒരിക്കലും എന്താ പറയാ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിയാക്ഷൻ ആയിരുന്നു എൻ്റെ അനിയത്തിയുടെ. ഇപ്പൊ എന്നെ പോലെ അല്ല എൻ്റെ അനിയത്തി, അവള് കുറച്ചുകൂടി ഷൈ ആണ്, പ്രത്യേകിച്ച് മീഡിയ. പക്ഷെ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവളുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കിഡിലോസ്ക് റിയാക്ഷൻ ആണ് അടുത്തത്. ശരിയാ, നീ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ. അപ്പൊ അവളുടെ റിയാക്ഷൻ ആണ് അടുത്തത് കേട്ടോ. പ്രായമൊക്കെ ആയി ആണല്ലേ? അന്നായിരുന്നു വിചാരിച്ചോ അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരോ പറഞ്ഞോ ഞാൻ കണ്ടതുരാക്കരമാണെന്നാരോ പറഞ്ഞു. ഏഴഴകും കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെ
എബിച്ച കാണിക്കുന്ന റിയാക്ഷൻ? പിന്നെ മനോജ് ചാച്ചൻ. ഇനി മനോജ് ചാച്ചന്റെ റിയാക്ഷനാണ് കാണുന്നത്. മനോജ് ചാച്ചൻ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും ഇളയ അമ്മാവനാണ് കേട്ടോ. അപ്പൊ അമ്മയോട് പറയരുതെന്ന് പറഞ്ഞിട്ടും അമ്മ ചെറുതായിട്ടൊരു ക്ലൂ, ഒരു ചാൻസും ഇല്ല എന്നാലും ഒരു ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ക്ലൂ കൊടുത്തത് കൊണ്ട് മനോജ് ചാച്ചൻ ഏറ്റവും കോമഡി ആയിട്ടുള്ള റിയാക്ഷനാണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്റെ അമ്മയുടെ ഏറ്റവും ആംഗ്ലയുടെ റിയാക്ഷൻ. അപ്പോൾ ഇവരാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ എടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് പല പല രീതിയിലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളും കാര്യമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. കാരണം ക്ലാരിറ്റിയുടെ കാര്യമൊക്കെ ആണെങ്കിലും വലിയതായിട്ടുണ്ടാവില്ല. എന്നാൽ പോലും ഏറ്റവും കോമഡി റിയാക്ഷൻ ആയിട്ടുള്ള മനോജ് ചാച്ചന്റെ റിയാക്ഷനാണ് നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത്. കണ്ടു കേട്ടോ. കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മൃദുല സംഗീതം. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല ഭയങ്കര കോമഡിയാണ്. ഞാനൊക്കെ ഇങ്ങനെ ഓവർ ഹൈപ്പർ ആക്റ്റീവ് ആവാനുള്ള കാരണത്തിന്റെ ഒക്കെ ജീനൊക്കെ എവിടുന്ന് കിട്ടിയത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഷിനി ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷിനി ചേച്ചിയുടെ റിയാക്ഷൻ നമുക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത. പക്ഷെ ഷിനി ചേച്ചി നമ്മള് ബ്ലഡ് ടെസ്റ്റിന്റെ നമ്മുടെ റിപ്പോർട്ട് അവിടെ പോയപ്പോൾ തന്നെ പുള്ളിക്കാരി ഓൾറെഡി അറിഞ്ഞു. അങ്ങനെ ചേച്ചി നമുക്ക് സർപ്രൈസ് തരുമായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ റിയാക്ഷൻ കിട്ടിയില്ല. അപ്പൊ ഇനി നമുക്ക് ഒരു ക്ലൂ ഇല്ലാത്ത റിയാക്ഷൻ, അതായത് എന്താ പറയാ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലായേ ഇല്ലാത്തൊരു റിയാക്ഷനാണ് പപ്പയുടെ മമ്മിയുടെ റിയാക്ഷൻ. നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ പപ്പ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, മമ്മി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ടുപേർക്കും മനസ്സിലായി നമ്മൾക്ക് ഇതല്ലേ കാണിച്ചേ പ്രഗ്നൻസി ഉണ്ടത്. ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ളത് അവർ അന്നത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവരുടെ റിയാക്ഷനാണ് നിങ്ങൾക്ക്. അത് പപ്പയ്ക്ക് മനസ്സിലായി. രണ്ടാമത് നമ്മൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു റിയാക്ഷൻ പപ്പയുടെ മമ്മിയുടെയും ഫ്രം അമേരിക്ക റിയാക്ഷനാണ് നിങ്ങൾ അടുത്ത് കാണാൻ പോണേ. കൂടെ ജിമ്മി കുഞ്ഞമ്മയുടെ റിയാക്ഷൻ ഉണ്ട്. ജിമ്മി കുഞ്ഞമ്മ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരുന്നു. ഇതിപ്പോ എന്താ പറയാ, പലരുടെയും ഉള്ളിൽ ചിലപ്പം നല്ല റിയാക്ഷൻസ് ഉണ്ടാവും, പക്ഷെ പലരും അത് പുറത്ത് കാണിക്കണമെന്നില്ലല്ലോ, മനസ്സിലായോ? ചിലവര് ഉള്ളിൽ കുറവാണെങ്കിലും പുറത്ത് ഇപ്പൊ ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാ, റിയാക്ഷൻസ് കൂടുതൽ കാണിക്കുന്ന ആളാണ്. പലരുടെയും പല പല വേരിയേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അവരുടെ ഒന്ന് റിയാക്ഷൻ പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിൻ മൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം. ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിൻ മൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം. ഇനി നമ്മള് കാണാൻ പോണേ നാണം കലർന്ന ഒരു റിയാക്ഷൻ ആണ്. ആരുടെ ചോദിച്ചാൽ സച്ചിൻ ബ്രോ. സച്ചിൻ ബ്രോ ഇങ്ങനെ താങ്ക്സ് ഫോർ മേക്കിംഗ് മീ സിംഗിൾ ഫ്രം അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാണം, ഞങ്ങളെക്കാളും കൂടുതൽ നാണം കലർന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു സച്ചിൻ ബ്രോയുടെ ഉണ്ടായിരുന്നത് ഫ്രം കാനഡ. ഓക്കെ. അപ്പൊ ആ ഒരു റിയാക്ഷനാണ് നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത്. ഓക്കെ. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരോ പറഞ്ഞോ ഞാൻ കണ്ടതുരാക്കരമാണെന്നാരോ പറഞ്ഞു. ഏഴഴകും കൊണ്ടെഴുതിയതെല്ലാം മഴവില്ല് വിരിഞ്ഞതുപോലെ പറഞ്ഞു. പിന്നീട് നമുക്ക് നമ്മുടെ അമ്മച്ചിയുടെ റിയാക്ഷൻ ഒന്ന് കാണിച്ചാലോ? ഏത് നമ്മുടെ ചേരാട്ടിലെ അമ്മച്ചി, അതായത് എബിച്ചന്റെ പപ്പയുടെ മമ്മിയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ എബിച്ചനെ എടുത്തു വളർത്തിയ അമ്മച്ചി ഉണ്ടായിരുന്നു. എബിച്ചൻ അമ്മ വീട്ടിൽ നിന്ന് വളർന്ന് ശരിക്കും ചാച്ചായുടെ അമ്മച്ചിയുടെ നമുക്ക് എടുക്കണം നേരത്തെ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവർ അമേരിക്കയില്. പക്ഷെ ചാച്ചായി എന്ന് പറഞ്ഞ ഇപ്പം ഒരു 90 വയസ്സൊക്കെ ആയി. അപ്പൊ അതിന്റെ വയ്യാഴികളായിട്ട് കിടക്കും. അപ്പൊ ചാച്ചായി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എടുക്കുമ്പോഴാണെങ്കിലും റിയാക്ഷൻ ഒന്നും കിട്ടില്ല ഫോൺ വിളിക്കുമ്പോഴൊക്കെ. പിന്നെ അമ്മച്ചീനെ കാണുന്നത് അമ്മച്ചിയുടെ തലയുടെ മുകളിലത്തെ പോർഷൻ മാത്രമാണ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് പപ്പയുടെ അമ്മയുടെ, അതായത് ചേലാട്ടിലെ അമ്മച്ചിയുടെ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഇതുപോലെ നമ്മൾ കാണിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാറ്റല്ലായിരുന്നു, കൊതുകിനടിക്കുന്ന ബാറ്റല്ലായിരുന്നു. അമ്മച്ചി അതാണ് വിചാരിച്ചത്. അമ്മച്ചിക്ക് ഉണ്ട് 19 വയസ്സ്. അപ്പൊ അമ്മച്ചിയുടെ റിയാക്ഷനും പിന്നെ അവിടുത്തെ വെല്ലുപ്പച്ചന്റെയും വെല്ലുമ്മച്ചിയുടെയും അവരുടെ അക്കൂന്റെ ഒക്കെ റിയാക്ഷനാണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ. ഇരവും അല്ലാതെ പകലും അല്ലാതെ പൊഴുതുകളുന്നോട് കഴിയുമാ. തൊടവും കൂടാതെ പടവും കൂടാതെ ഇടവേളിയെപ്പോത് കുറയുമാ. ഉന്നയன்றി വേറൊരു നിனைവില്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഏത് റീൽ എടുത്ത്
നോക്കിയാലും പിള്ളേരുടെ റീല്, ഇപ്പൊ ഡെലിവറിയുടെ സമയത്ത് അപ്പൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി മേടിക്കുന്ന അങ്ങനെയുള്ള റീലിനൊക്കെ എപ്പോഴും ഹാർട്ട് കൊടുക്കുന്ന മറ്റേ നമ്മുടെ ജോജോപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോൻ, അപ്പോൾ അപ്പൻ്റെ ചേട്ടൻ്റെ മോൻ ജോജോപ്പിയുടെ റിയാക്ഷനാണ് ഏറ്റവും ക്യൂട്ട് റിയാക്ഷനായിട്ട് നമുക്ക് തോന്നിയത് കണ്ടതില്, ഏറ്റവും ക്യൂട്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഫിലാൻഡിയും സാഞ്ചാച്ചയും ജോണിയുടെയും അവരുടെ എല്ലാം കൂടിക്കലർന്ന ഒരു ഫാമിലി റിയാക്ഷനാണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, എത്താത്ത കൊമ്പിൻ കിളിനാദം കേട്ടു പാടേണം, മോഹങ്ങളെല്ലാം കൊതി തീരും മുമ്പ് നേടേണം, ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഇനി നമ്മള് അനുചേച്ചി, മറ്റേ നമ്മുടെ അനുചേച്ചി, രമ്യ ചേച്ചി, അങ്ങനെ കുറെ കസിൻസ്, അവരെ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവരുടെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സന്തോഷമല്ലേ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങളെ കാണിക്കാനും നമ്മൾ എക്സൈറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഉള്ള കുറെ കസിൻസ് എല്ലാവരുടെയും കൂടിയുള്ള ഒരു മിക്സിംഗ് റിയാക്ഷൻ ആണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടു നീ, വസന്തം കാത്തിരിപ്പൂ, ആരാരോ ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടു നീ, വസന്തം കാത്തിരിപ്പൂ, ആരാരോ അപ്പൊ ഇന്നത്തെ നമ്മളുടെ പ്രഗ്നൻസി റിയാക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ദൈവം സഹായിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ കുഞ്ഞ് ബേബി ബമ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? വയറ് കാണാൻ പറ്റുന്നില്ലല്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് കുഞ്ഞു രീതിയിൽ ആണ് ബേബി ബമ്പ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, വീഡിയോ ലൈക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനി വീണ്ടും അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബേബി മൂണിന്റെ വീഡിയോ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഫാമിലിയുടെ കൂടെ അന്നമ്മയുടെയും എബിച്ചന്റെയും കൂടെ നിങ്ങൾ കൂടിക്കോ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമ്മൾ കിഡിലോസ്കി ഒരു വ്ളോഗായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.